കുറേ ആൾക്കാർ ഇങ്ങനെ എത്തിയത് ബസ്സാണ് പിടിച്ച് എത്തിയിട്ടുള്ളത്. കോഴിക്കോട് നിന്ന് KSRTC പിടിച്ചിട്ട് ഏതായാലും KSRTC രക്ഷപ്പെടാൻ പോവുകയാണെന്ന് തോന്നുന്നു. പൊതുജനങ്ങളുടെ ആവശ്യമാണ് KSRTC രക്ഷപ്പെടുക എന്നുള്ളത്. അപ്പം ഇനിയിപ്പോൾ സ്ത്രീകളെ കയറ്റിയിരിക്കുന്ന ആണുങ്ങൾ എന്ത് ചെയ്യും? ആണുങ്ങൾ എവിടെ കയറും? ബസ്സിൽ ഡീസൽ അടിക്കാനും പൈസ വേണ്ടേ? അതും കൂടി ആലോചിക്കണം നമ്മൾ. എന്തായാലും നമ്മൾ KSRTCനെ ആശ്രയിക്കുന്ന ആളുകളാണ്. അപ്പോൾ സീനിയർ സിറ്റിസൺ വെൽഫെയർ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ഏത് സമയത്തും KSRTCനാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത്. അത് ഈ ഭാവിയിൽ എന്താവും എന്നുള്ളത് കണ്ടറിയണം. നമ്മൾ ഏറ്റവും നന്നായി വളരെ വൃത്തിയായിട്ടുള്ള വീടുകളാണ് നമ്മൾ കാണുന്നത്. ഇടയിൽ നിന്നും എത്ര നല്ല പൂന്തോട്ടങ്ങളോട് കൂടിയ വീടുകളാണ്, വളരെ സുന്ദരമായ വീടുകൾ. നമ്മൾ ശരിക്കും നമ്മളൊരാൾ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്തുണ്ടാക്കുന്നത് എന്തായാലും 1 കോടി റുപ്യേൻ്റെ പുറത്ത് വരും. അത്രയും ഭംഗിയായ വീടുകളാണ്. കണ്ടാൽ വളരെ സന്തോഷം തോന്നുന്നു. പാവപ്പെട്ട ചൂരൽമല ഞങ്ങൾ അവിടെ പോയി അനുശോചനം രേഖപ്പെടുത്തി അവരുടെ ഹൃദയം നമ്മൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. ഈ കോഴിക്കോട് നിന്ന് എന്തായാലും KSRTC പിടിച്ചു വന്ന് നഷ്ടമായില്ല എന്ന് തോന്നലുണ്ടോ? ടൗൺഷിപ്പ് ഉണ്ടോ? തീർച്ചയായിട്ടും നഷ്ടമായിട്ടില്ല. അത് വലിയൊരു മുതൽക്കൂട്ടായിട്ടാണ് കാണുന്നത്. പക്ഷേ ജനങ്ങൾ സർക്കാരിനെ സംരക്ഷിച്ചില്ല. ജനങ്ങൾ സർക്കാരിനെ സംരക്ഷിക്കണ്ടേ? മുണ്ടക്കൈയിലെ ജനങ്ങൾക്ക് അവർ പ്രതീക്ഷിക്കാത്ത ഒരു മുതൽക്കൂട്ടാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു സ്വപ്നം പോലും കാണാത്ത ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെയൊന്ന് കിട്ടും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എന്നുള്ളത് അപ്രതീക്ഷിതമായി അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം ഉണ്ടായിട്ട് പോലും ആ സർക്കാരിനെ ഈ എന്താ പറയുക വയനാട്ടിലെ ജനങ്ങൾ ചേർത്ത് പിടിച്ചില്ല എന്നുള്ള ഒരു പ്രയാസം ഉണ്ട്. അത് ഈ പ്രദേശത്തുള്ള ആളുകളും മനസ്സിലാക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഏതായാലും വളരെ സന്തോഷപരമായിട്ട് തന്നെയാണ് അവർ ടൗൺഷിപ്പ് കണ്ടത്. ഏതായാലും ഒരു കൂട്ടം ആളുകൾ KSRTC ബസ്സൊക്കെ പിടിച്ചിങ്ങനെ വന്നു. ഞങ്ങൾക്ക് ഈ ചടങ്ങിലേക്ക് പങ്കെടുക്കാൻ പറ്റിയതിൽ അതിയായ സന്തോഷമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞങ്ങളുടെ കൂട്ടത്തിൽ പല ഉദ്യോഗസ്ഥന്മാരുണ്ട്, SI-മാർ അല്ലാതെ മാഷന്മാർ, കൂടുതൽ മാഷന്മാരാണ്. അതുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞല്ലോ വലിയ സന്തോഷമായിട്ടുണ്ട്. കാരണം ഇതിപ്പോൾ നേരത്തെ ഇവിടെ അവിടെ ലീക്ക് എന്തെല്ലാം കുറ്റങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. വന്ന് കണ്ടാലേ അറിയുള്ളൂ. ഞങ്ങൾക്ക് എന്തൊരു സന്തോഷമാണ്. ഏതായാലും സഖാവ് പറഞ്ഞ അതിൽ നേരം വൈകി കുറച്ച് മുമ്പ് ആയിരിക്കും നമ്മളെ വരണത്തിലായിരിക്കും. ഏതായാലും സന്തോഷമാണ്, അവർ ആ സന്തോഷമാണ് പങ്കുവെച്ചത്. ഏതായാലും ടൗൺഷിപ്പ് വീണ്ടും സജീവമാവുകയാണ്. നിരവധി ആളുകൾ ഇങ്ങനെ ടൗൺഷിപ്പിലേക്ക് ഈ ടൗൺഷിപ്പിൻ്റെ പ്രൊജക്റ്റ് കാണാനായി എത്തിക്കൊണ്ടിരിക്കുകയാണ്.